പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. താമരശ്ശേരിയിൽ സഹപാഠികളുടെ ക്രൂരമർദ്ദനമേറ്റ വിദ്യാർത്ഥി മരിച്ചു. മരണകാരണം കൂട്ടത്തല്ലിൽ ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്ക്. പരിക്കേറ്റ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18. കൊലക്കുറ്റം ചുമത്തിയ വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റും. ചേരിതിരിഞ്ഞേറ്റുമുട്ടിയത് 40-ലധികം കുട്ടികൾ. 4 പേർ ചേർന്ന് ഷഹബാസിനെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. സംഘർഷം നടന്നത് 1 മിനിറ്റ് മാത്രമെന്നും ദൃക്സാക്ഷി. പ്രശ്നങ്ങൾക്ക് ശേഷം തിരിച്ചടിക്കാൻ ഗൂഢാലോചന നടന്നത് ഇൻസ്റ്റഗ്രാമിൽ. കാസർഗോഡ് 21-കാരിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. സന്ദേശം അയച്ചത് പെൺകുട്ടിയുടെ പിതാവിന്റെ വാട്സപ്പിൽ. വിദേശത്തുള്ള ഭർത്താവ് ഫോണിലൂടെ നേരിട്ട് വിളിച്ചും മുത്തലാഖ് ചൊല്ലി. നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി യുവതി. സ്വർണ്ണക്കടത്ത് കേസിൽപ്പെട്ട മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി. സ്റ്റാർട്ടപ്പ് രംഗത്തെ വികസനത്തിന് വഴിയൊരുക്കിയത് എം ശിവശങ്കർ. ഉണ്ടായത് വ്യക്തിപരമായ ദൗർബല്യമെന്നും പിണറായി. കഞ്ചാവ് കേസിൽ യു പ്രതിഭ MLAയുടെ മകന് ക്ലീൻ ചിറ്റ്. കേസെടുത്ത ഉദ്യോഗസ്ഥന് തെറ്റുപറ്റിയെന്ന അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ട്. എക്സൈസ് CI ജയരാജനെതിരെ നടപടിയുണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് VD സതീശനും K സുധാകരനും. പാർട്ടി അധികാരത്തിൽ തിരികെ എത്തിക്കുക ലക്ഷ്യം. പാർട്ടിയിൽ ഇതുവരെ ഇല്ലാത്ത ഐക്യമെന്ന് സതീശൻ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാന്റെ പിതാവിന്റെ മൊഴിയെടുത്തു. സാമ്പത്തിക പ്രശ്നങ്ങളിലടക്കം വ്യക്തത വരുത്താൻ നീക്കം. അമ്മ ഷെമിയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഉത്തരാഖണ്ഡിലെ ഹിമപാതത്തിൽ കുടുങ്ങിയ 47 തൊഴിലാളികളെ പുറത്തെത്തിച്ചു. ഇനി രക്ഷിക്കാനുള്ളത് 8 പേരെ. അപകട സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എത്തും. വൈറ്റ് ഹൌസിലെ അസാധാരണ പോരിൽ ആശ്ചര്യം കൊണ്ട് ലോകം. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ സെലൻസ്കി ചർച്ച തല്ലിപ്പിരിഞ്ഞു. സെലൻസ്കി 3ാം ലോക യുദ്ധത്തിന് ശ്രമിക്കുന്നുവെന്ന് ട്രംപ്. റഷ്യ പലതവണ ധാരണകൾ തെറ്റിച്ചെന്ന് സെലൻസ്കി. കോഴിക്കോട് താമരശ്ശേരിയിൽ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിയെ ചൊല്ലിയുണ്ടായ സംഘടനത്തിൽ ക്രൂരമർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി മരിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരിച്ചത്. ഷഹബാസിന്റെ മരണത്തിൽ താമരശ്ശേരി പോലീസ് കൊലക്കുറ്റം ചുമത്തി. വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റും. ട്യൂഷൻ സെന്ററിലെ യാത്രയയപ്പിനിടെയുണ്ടായ തർക്കമാണ് ഏറ്റുമുട്ടലിലേക്കും വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും വഴിവെച്ചത്. ഞായറാഴ്ചയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. MG ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കുമ്പോൾ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ചിലർ കൂകി. ഇതിന് പ്രതികാരം ചെയ്യാനായിരുന്നു ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും വഴിയുള്ള ചർച്ചകൾ. ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി പോലും അല്ലാതിരുന്ന ഷഹബാസിനെ സുഹൃത്താണ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പരിക്ക് പറ്റിയതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. പിന്നാണ് അറിയുന്നത്. പിന്നെ പറഞ്ഞില്ലായിരുന്നല്ലേ? തല്ല് നടന്നതായിട്ട് പറഞ്ഞില്ല. വീട്ടിൽ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. സംസാരിച്ച് പിന്നെ അങ്ങനെ ഇതായി പോയതാണ്. വീട്ടിൽ കിടന്ന് ഏറെ നേരത്തിന് ശേഷം മടങ്ങിയെത്തിയ ഷഹബാസ് അവശനായിരുന്നു. കൊണ്ടുപോയിട്ട് ഇറക്കി. ആരെ ഇറക്കിയൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, തണുണ്ട്. അതിന്റെ മുകളിൽ കിടന്ന് എന്താ പിന്നെ അവർ വീട്ടിലില്ലായിരുന്നു. അവർ വന്നപ്പോഴാണ് ഈ പയ്യന് അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് അവിടെ കിടക്കുകയായിരുന്നു. അവശനായിരുന്നു. പുറമേക്ക് കാര്യമായ പരിക്കുകളൊന്നുമില്ലാതിരുന്ന ഷഹബാസ് രാത്രി ഛർദ്ദിച്ചതോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. താമരശ്ശേരി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 5 പേരെ കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി. ജാമ്യം നിഷേധിക്കപ്പെട്ട ഇവരെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. സംഭവത്തിൽ വിശദമായ വകുപ്പ് തല അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉത്തരവിട്ടു. ന്യൂസ് 18 കോഴിക്കോട്.
ഫെയർവെൽ പാർട്ടിക്കിടെയുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം തിരിച്ചടിക്കാൻ ഗൂഢാലോചന നടന്നത് ഇൻസ്റ്റഗ്രാമിൽ. സംഘർഷത്തിന് ശേഷം മടങ്ങിയെത്തിയ ഷഹബാസിനെ ആക്രമിച്ചതിനെക്കുറിച്ച് വിശദമായി തന്നെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ആശുപത്രിയിലായ ശേഷം ഷഹബാസ് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുള്ള ഓഡിയോ സന്ദേശവും ഈ വിദ്യാർത്ഥി അയച്ചത് പുറത്തുവന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പിനിടെയുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു വ്യാഴാഴ്ച ഉണ്ടായ ഏറ്റുമുട്ടൽ. തർക്കത്തിന് ശേഷം തിരിച്ചടിക്കാൻ ധൈര്യമുള്ളവർ ട്യൂഷൻ സെന്റർ സമീപത്തെത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് ആദ്യ ശബ്ദ സന്ദേശം. തിരിച്ചടിച്ച ശേഷമുള്ള അടുത്ത സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെ: പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. മറ്റൊരു ഓഡിയോയിൽ ഷഹബാസിനെ ആക്രമിച്ചതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഞാൻ മര്യാദയ്ക്ക് തച്ചിട്ടല്ലോ, ഞാൻ അങ്ങനെ പിടിച്ച് 4 കുത്തായിട്ട് എടുത്ത് കണ്ണിന് തന്നെ. ഇത് മാത്രമാണ് ചെയ്തില്ല, അതിൽ തന്നെ ഓനൊന്നായിട്ട് ഇല്ലാണ്ടായി പോയി. ഫസ്റ്റത്തെ 2 കുത്തലിൽ തന്നെ ഓനൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാണെന്ന് വെച്ചപ്പോൾ തല്ലിനെ ചത്തുപോയത്. എന്തേ തടവാൻ ഒന്നുമില്ല. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അക്രമ സംഘത്തിലെ കുട്ടികളിൽ ഒരാൾ ഷഹബാസിന് അയച്ച സന്ദേശവും പുറത്തുവന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ലെന്ന കുറ്റസമ്മതവും അതിലുണ്ട്. എൻ്റെ സീൻ്റെതാ നീ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ? ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇനി ഒഴിവാക്കിക്കൊണ്ടോ? പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. ഷഹബാസേ, എന്തേലുണ്ടേ പെട്ടപ്പെട്ടാട്ടോ. ന്യൂസ് 18 കോഴിക്കോട്. ആസൂത്രണത്തോടെയാണ് ആക്രമണം നടന്നതെന്ന് DDC മനോജ് കുമാർ. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിരീക്ഷണം കൂടി വന്ന ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളും. ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഗൗരവമായി തന്നെ കാണുന്നതായും DDE പറഞ്ഞു. കുട്ടിയുടെ മരണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് 2 വിദ്യാലയങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളാണ്. കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ അല്ല. ഇത് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങിക്കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അക്കാര്യത്തിലൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളേതായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും. ഷഹബാസിനെ ആക്രമിച്ചതിൽ പുറത്തുനിന്നുള്ള ക്രിമിനൽ സംഘമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അമ്മാവൻ നജീബ്. കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശം ആരൊക്കെയോ നൽകിയെന്ന് സംശയിക്കുന്നു. ആക്രമണം നടത്തിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നു എന്ന് പരിശോധിക്കണമെന്നും നജീബ് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ഇതിലുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ, അന്നപ്പം അങ്ങനെ ഉണ്ടായൊരു ഇതല്ല. ഇത്രയും ചാറ്റുകളൊക്കെ മുമ്പേ ഉണ്ടെങ്കിൽ ഇതൊരു ഒരു ഗൂഢാലോചന ഇതിന്റെ വയ്യിലുണ്ട്, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയൂല. പറയുന്നുണ്ട്, ഒരു ഗൂഢാലോചന ഉള്ള മാതിരിയാണ് നമുക്കൊക്കെ തോന്നുന്നത്. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഈ കുട്ടീനെ എങ്ങനെ കൊല്ലാൻ ഇവർക്ക് എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താണ് ഇവരെ ഈ കുട്ടി ഇവരോട് ചെയ്ത ക്രൂരത? എന്തായാലും വേറെ എന്തോ ഉണ്ടോ? എന്താ തെറ്റ് ചെയ്ത്? ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് മക്കളപ്പോൾ കൊന്നത്? മക്കള് പോയില്ലേ? ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി മെഡിക്കൽ കോളേജിൽ നിന്ന് CV അനുമോദ് ഉണ്ട്. അനുമോദ്, ഇന്നത്തെ ദിവസം അവിടെ സംസാരിക്കുന്നവരുടെ ഒക്കെ വാക്കുകളിലുള്ളത് ഈ ഞെട്ടലും ദുഃഖവും ഒക്കെയാണ്. നടപടിക്രമങ്ങൾ എപ്പോഴത്തേക്ക് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, 1 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അത് നിശ്ചയിച്ചിട്ടും അല്പം കൂടി വൈകുന്നുണ്ട്. വളരെ വിശദമായ പോസ്റ്റ്മോർട്ടമാണ് പൂർത്തീകരിക്കാനുള്ളതെന്ന് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ, ഏതാണ്ട് 2 മണിക്ക് മുമ്പായിട്ട് തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അതിനുശേഷം ഇവിടെ നിന്ന് തന്നെ മൃതദേഹം കുളിപ്പിച്ചായിരിക്കും താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോവുക. അവിടെ ഒരിടത്ത് പള്ളിയിൽ തന്നെ പൊതുദർശനവും അതിനുശേഷം 3:30 ഖബറടക്കവും നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷഹബാസിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊന്നും തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തി നേടിയിട്ടില്ല. കാരണം ഒട്ടും
അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരു ചെറിയ തർക്കം അത് ഒരാളുടെ ജീവനെടുക്കുന്ന തരത്തിലേക്കുള്ള അക്രമമാകുമെന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ തന്നെ മരണത്തിലേക്ക് നയിച്ചത് തലക്കേറ്റ വലിയ പ്രഹരമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഇൻറ്റേർണൽ ബ്ലീഡിങ്, ഉള്ളിൽ നിന്നുള്ള മുറിവ് വളരെ ആഴത്തിലുള്ളതായിരുന്നു. തലച്ചോറ് ഇളകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന സൂചനകളാണ് ഇൻക്വസ്റ്റിൽ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റുണ്ട്, ചെവിക്കും നെഞ്ചിനും പരിക്കുണ്ട് എന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണെങ്കിലും അതിക്രൂരമായിരുന്നു ഈ സംഭവം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇൻക്വസ്റ്റ് നടപടികൾ. പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിവരങ്ങൾ നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടെ ലഭ്യമാകുമെന്നാണ് കണക്കാക്കുന്നത്. നമ്മൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. 2 മണിയോടെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ടുള്ളത്. അനുമോദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. മറ്റ് വാർത്തകളിലേക്ക്. കൊച്ചിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ 10ാം ക്ലാസ്സുകാരനായ ആൺ സുഹൃത്ത് ലഹരി നൽകി പീഡിപ്പിച്ചു. കൌൺസിലിംഗിനിടെയാണ് വിവരം കുടുംബാംഗങ്ങൾ അറിഞ്ഞത്. മറ്റ് സുഹൃത്തുക്കളുമായി ചേർന്ന് ആൺ സുഹൃത്ത് ലഹരി ഉപയോഗിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കൂടുതൽ വിദ്യാർത്ഥികൾ ലഹരിക്കടിമയാണെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. കൊച്ചി നഗരത്തിലെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് ആൺ സുഹൃത്ത് ലഹരി നൽകി പീഡിപ്പിച്ചത്. സ്കൂളിൽ നടത്തിയ കൌൺസിലിംഗിനിടയിലാണ് മാതാപിതാക്കൾ വിവരമറിയുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺ സുഹൃത്ത് ഡയറി മിൽക്കിലും കിൻഡർ ജോയിലുമാണ് ലഹരി നൽകിയത്. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അച്ഛൻ ആൺ സുഹൃത്തിന്റെ ഇൻസ്റ്റഗ്രാം ചാറ്റിൽ നിന്നുമാണ് ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. ഈ പയ്യന്റെ ഫോൺ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് എനിക്കിതെല്ലാം കിട്ടുന്നത്. ഞാനിത് അറിഞ്ഞ് ഇവൾക്ക് ഇതുപോലെ കിൻഡർ ജോയിലും ഡയറി മിൽക്കിലൊക്കെ ഇത് കൊടുത്തെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എനിക്ക് കിട്ടി. പിന്നെ ബാക്കി എൻ്റെ ഒരു അന്വേഷണത്തിൽ നിന്ന് എനിക്കിതൊക്കെ മനസ്സിലായത്. ഞാൻ ഈ കുട്ടികളുടെയൊക്കെ ഇൻസ്റ്റയിൽ കയറിയപ്പോഴത്തേക്കും ഇവരൊരു ഹാബിറ്റ് എന്ന് തന്നെ പറയാം. ഇവർ ചെയ്ത എല്ലാ ഇത്തരം ക്രിമിനൽ പ്രവൃത്തികളും ഇവർ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായി. ആൺ സുഹൃത്തിനെതിരെ കേസെടുത്തു. ജുവനൈൽ ഹോമിലേക്ക് അയച്ച ശേഷം പ്രതി ജാമ്യത്തിലിറങ്ങി. മാരക ലഹരിയാണ് പ്രതിയും സുഹൃത്തുക്കളും ഉപയോഗിക്കുന്നത്. ലഹരി വാങ്ങാൻ പണത്തിനായി മോഷണവും നടത്തും. കൂടുതൽ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയാണെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. ലഹരി മാഫിയ സംഘം നമ്മുടെ കുട്ടികൾക്കുമേൽ പിടിമുറുക്കി കഴിഞ്ഞു. ഒരു ബോധവൽക്കരണം എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്തി നശിപ്പിച്ചാൽ മാത്രമേ ഇനി ഇവരെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിലേക്ക് മാറ്റി. ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ജയിലിലേക്ക് മാറ്റും. അഫാൻ രാസലഹരി ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ. പ്രതിയുടെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴി പാങ്ങോട് പോലീസ് രേഖപ്പെടുത്തി. ആഡംബര ജീവിതം വരുത്തിവെച്ചവനെയാണ് കൂട്ടക്കുരുതി. ഷെമിക്കും കേസിലെ പ്രതിയും മകനുമായ അഫാനുമായി നാട്ടിലുണ്ടായിരുന്നത് 50 ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യത. അഫാൻ ആദ്യം ഉപയോഗിച്ച ഫോൺ 1.5 ലക്ഷം രൂപയുടേത്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് 50,000 രൂപയുടേതും. ബൈക്കിന് വില 2 ലക്ഷം. നേരത്തെ മറ്റൊരു കാറും ബൈക്കും ഉണ്ടായിരുന്നത് വിറ്റു. പുറത്തുനിന്നായിരുന്നു മിക്കപ്പോഴും ഭക്ഷണം. കൂട്ടക്കുരുതി നടന്ന ദിവസവും സ്വർണം പണയം വെച്ച് കടക്കാരിൽ ചിലർക്ക് അഫാൻ പണം നൽകിയിരുന്നു. പിതാവ് അബ്ദുൾ റഹീമിന് വിദേശത്തുണ്ടായിരുന്നത് 10 ലക്ഷം രൂപയുടെ ബാധ്യതയാണ്. 5 ലക്ഷം രൂപ നേരത്തെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് അയച്ചു കൊടുത്തത് പലപ്പോഴായി തിരിച്ചയച്ചിരുന്നു. പാങ്ങോട് പോലീസ് കഴിഞ്ഞ ദിവസം റഹീമിന്റെ മൊഴി രേഖപ്പെടുത്തി. അഫാൻ രാസലഹരി ഉപയോഗിച്ചതിന് തെളിവില്ല. ഇടയ്ക്ക് മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ പോലീസ് സെല്ലിലേക്ക് മാറ്റിയ പ്രതിയെ ഡോക്ടർമാരുടെ നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് ജയിലിലേക്ക് മാറ്റും. ഷെമിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർകോട്ട് വാട്സപ്പിലൂടെ 21-കാരിയെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. കല്ലൂരാവി സ്വദേശിനിയായ യുവതിയെ നെല്ലിക്കട്ട് സ്വദേശി അബ്ദുൾ റസാഖാണ് വാട്സപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം ഇയാൾ ഉപദ്രവിക്കാറുണ്ടെന്നും പെൺകുട്ടി പരാതിപ്പെടുന്നു. സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. ലോകത്താരുടെ കാനത്തൊന്നും കഴിക്കുന്നില്ല. കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ? പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? ഇങ്ങനെ മാനസിക രോഗാക്കി 3 കൊല്ലം ഞാൻ സഹിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ലേ? അല്ലേ? വേണ്ടെന്നില്ലെങ്കിൽ വേണ്ടെന്നില്ലേ? വേണ്ട. നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പയോടെ പറയുന്നത് തലാക്ക് 3 തലാക്ക് ഞാൻ ചൊല്ലി. എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങളെ കാനത്ത് കഴിച്ചോട് ഞാൻ പറഞ്ഞു. ഓക്കെ. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെ 2022 ആഗസ്റ്റ് 11 കല്ലൂരാബി സ്വദേശിനിയായ പെൺകുട്ടി നിയമപ്രകാരം വിവാഹം കഴിച്ചത്.
പിന്നീട് ഭർത്താവിന്റെ വീട്ടിലായിരുന്നു താമസം. സ്ത്രീധനമായി 50 പവൻ ആവശ്യപ്പെട്ടിരുന്നതായി യുവതി പറയുന്നു. എന്നാൽ നിർധനരായ കുടുംബത്തിന് ബന്ധുക്കളുടെ സഹായത്തോടെ 20 പവൻ സ്വർണം മാത്രമേ നൽകാനായുള്ളൂ. പിന്നീട് ഇതേ ചൊല്ലിയായിരുന്നു നിരന്തരം ഉപദ്രവമെന്ന് പെൺകുട്ടി പറയുന്നു. വീട്ടുകാരിൽ നിന്നുള്ള ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വിവരം ഭർത്താവിനെ അറിയിച്ചതോടെ തന്റെ കയ്യിലുള്ള സ്വർണം വിറ്റ് വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് അയാൾ വിശ്വസിപ്പിച്ചു. ഇതേ തുടർന്ന് സ്വർണം വിറ്റ് 12 ലക്ഷത്തോളം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി ഭർത്താവിന് അയച്ചു കൊടുത്തു. പിന്നെ എത്തിയത് പെൺകുട്ടിയുടെ പിതാവിന്റെ വാട്സാപ്പിൽ മുത്തലാഖ് ചൊല്ലിയുള്ള ശബ്ദ സന്ദേശം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിച്ചത്. ഉപ്പാനോട് വോയിസ് ക്ലിപ്പായിട്ട് വാട്സപ്പിൽ സന്ദേശം അയച്ചതെന്ന്, നിന്നെ 3 തലാക്കും ചെല്ലിന്നിട്ട് ഇതിൻ്റെ പിന്നിൽ കളിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാവും 2 പെങ്ങന്മാരും പിന്നെ ഉപ്പാൻ്റെ ഏട്ടൻ്റെവരാണ്. ഭർത്താവിൻ്റെ വീട്ടുകാർ സ്ത്രീധനം തന്നിട്ടാന്നിട്ട് കുറേ പറയാൻ തുടങ്ങിയിനി. ഭർത്താവ് ഫോണിലൂടെ വിളിച്ച് നേരിട്ട് തന്നോട് മുത്തലാഖ് ചൊല്ലിയതായും യുവതി പറയുന്നു. സംഭവത്തിൽ കാഞ്ഞങ്ങാട് പോലീസിൽ കുടുംബം പരാതി നൽകി. വാട്സപ്പിലൂടെയാണ് തലാഖ് ചൊല്ലിയത്. കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാഷ് കുറച്ച് ഈ സ്ഥലം എടുക്കുന്ന പറഞ്ഞിട്ട് കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു, ക്യാഷ് ആവശ്യമുണ്ട് പറഞ്ഞ് എന്നോളെ പൊന്നും കാര്യങ്ങളും വിറ്റിട്ട് ക്യാഷ് അയച്ചിട്ടാൽ പറഞ്ഞ് ഇത് കിട്ടാൻ ഞാൻ കാത്തുനിന്ന് എൻ്റെ രേഖയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംഭവിച്ചു? നല്ല ഇതിൽ ജീവിച്ചു പോകുന്നൊരു കുടുംബത്തെ കുറച്ചാൾ കൂടി എൻ്റെ പുരക്കാരും എൻ്റെ ഏട്ടൻ്റെ കുറച്ചാളും കൂടി തകർച്ചതാണ് ഇത് സംഭവം. മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കേസ് കൂടിയാണ് ഇത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പ്രതിഭ MLAയുടെ മകനെതിരെ എടുത്തിരുന്ന കഞ്ചാവ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് തെറ്റുപറ്റിയെന്ന വകുപ്പുതല റിപ്പോർട്ട്. കുട്ടനാട് എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജിനെതിരെ നടപടി വരും. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കനിവ് ഉൾപ്പെടെ 3 മുതൽ 9 വരെയുള്ള പ്രതികളെ ഒഴിവാക്കാനും തീരുമാനമായി. MLA എക്സൈസ് മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥനുമേൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി അന്വേഷണത്തിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ അനുവദിച്ചില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബർ 28-നാണ് തകഴി പാലത്തിനടിയിൽ വെച്ച് കനിവടക്കം 9 അംഗ സംഘത്തെ കുട്ടനാട് എക്സൈസ് റേഞ്ച് ഓഫീസർ ജയരാജിന്റെ നേതൃത്വത്തിൽ കഞ്ചാവുമായി പിടികൂടുന്നത്. സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ വിമർശനവുമായി പ്രതിഭ MLA നവമാധ്യമത്തിലൂടെ രംഗത്തെത്തി. ആദ്യം 90 ഗ്രാം കഞ്ചാവ് പിടികൂടിയെന്ന് പറഞ്ഞ എക്സൈസ് സംഘം പിന്നീട് അത് 3 ഗ്രാം മാത്രമെന്ന് തിരുത്തി. കനിവുൾപ്പെടെയുള്ളവർ ലഹരി ഉപയോഗിച്ചുവെന്ന FIR-ഉം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എന്നാൽ ഇത്രയും വിവാദമായ കേസിൽ എടുക്കേണ്ട പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും എക്സൈസ് പാലിച്ചില്ല. ലഹരി ഉപയോഗത്തിന് പിടിച്ചവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനായ കുട്ടനാട് റേഞ്ച് CI ജയരാജിന്റെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന ആരോപണം ശക്തി പ്രാപിക്കുന്നതിനിടയിലാണ് ഉദ്യോഗസ്ഥനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള വകുപ്പുതല റിപ്പോർട്ട്. മെഡിക്കൽ പരിശോധന നടത്തുന്നതിൽ വന്ന വീഴ്ച, കേസിൽ സാക്ഷിമൊഴികളോ റിക്കവറിയോ ഇല്ല, തെളിവ് ശേഖരണം നടന്നിട്ടില്ല. കനിവടക്കം 3 മുതൽ 9 വരെയുള്ള പ്രതികളെ കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുമ്പോൾ ഒഴിവാക്കാനടക്കം തീരുമാനമെടുത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ ഡെപ്യൂട്ടി ജോയിന്റ് കമ്മീഷണർ വിനോദ് കുമാർ വഴി ജോയിന്റ് എക്സൈസ് കമ്മീഷണർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം ജയരാജിന് വകുപ്പുതല നടപടി ഉറപ്പ്. മന്ത്രി MB രാജേഷ് നൽകിയ പരാതിയിൽ തന്റെ മകനെ ഭീഷണിപ്പെടുത്തിയാണ് കഞ്ചാവ് ഉപയോഗിച്ചുവെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിപ്പിച്ചതെന്ന് പ്രതിഭ ആരോപിച്ചിരുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും. പാർട്ടി അധികാരത്തിൽ തിരികെ എത്തിക്കുക എന്ന ദൌത്യമാണ് ഉള്ളതെന്നും ഇരു നേതാക്കളും ഹൈക്കമാൻഡുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. അതേസമയം തരൂർ വിവാദം മാധ്യമ സൃഷ്ടിയാണെന്നും കൂടിക്കാഴ്ചയിൽ അഭിപ്രായമുയർന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നേതൃത്വത്തിനിടയിലെ അധികാര തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജയസാധ്യതകളെ ബാധിക്കുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നു പറഞ്ഞത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നേക്കാൾ യോഗ്യതയുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. താനും സതീശനും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമാക്കിയല്ല ചുമതലകളിൽ തുടരുന്നതെന്നും പാർട്ടിയെ അധികാരത്തിൽ തിരികെ എത്തിക്കുകയാണ് ദൗത്യമെന്നും KPCC അധ്യക്ഷൻ K സുധാകരനും ഹൈക്കമാൻഡിനെ അറിയിച്ചു. കൂട്ടായ നേതൃത്വത്തിന് മാത്രമേ
പാർട്ടിയെ അധികാരത്തിൽ തിരികെ എത്തിക്കാൻ കഴിയുമെന്നും ഹൈക്കമാൻഡ് പ്രതിനിധികൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിൽ നിന്നെത്തിയ നേതാക്കളിൽ ഒരു വിഭാഗം ഗ്രൂപ്പ് യോഗം ചേർന്നത് അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരു പേര് നിർദ്ദേശിക്കാനാണെന്നാണ് വിവരം. അതേസമയം ദേശീയ നേതൃത്വം ഈ തീരുമാനത്തോട് വിയോജിച്ചത് അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമാക്കി കരുനീക്കം നടത്തിയ നേതാക്കൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി. ശശി തരൂർ വിവാദം മാധ്യമ സൃഷ്ടിയാണെന്നും തരൂർ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് മാധ്യമ വാർത്തകളിലൂടെ പ്രചരിച്ചതെന്നും കൂടിക്കാഴ്ചയിൽ അഭിപ്രായമുയർന്നു. ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയ രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തരൂരുമായി ഫോണിൽ ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞു തീർത്തതായാണ് വിവരം. കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും അടുത്തടുത്ത കസേരകളിൽ ഇരുന്നതും മഞ്ഞുരുകലിന്റെ സൂചനയായി. ശശി തരൂരിന്റെ പേരിൽ നടക്കുന്ന വിവാദങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തി ഇടതുപക്ഷത്തിന്റെ വലയിൽ വീഴരുതെന്നും നേതാക്കൾക്ക് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ദേശീയ നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ താൻ ഒരിക്കൽ പോലും ഉന്നയിക്കാത്ത വിഷയങ്ങളാണ് തന്റെ പേരിൽ വ്യാജമായി പ്രചരിക്കുന്നതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KPCC അധ്യക്ഷൻ വ്യക്തമാക്കി. ഇത് തെറ്റായ മാധ്യമ സംസ്കാരമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. എം ശിവശങ്കറിന് വ്യക്തിപരമായ ദൗർബല്യം ഉണ്ടായതായി മുഖ്യമന്ത്രി. പിന്നീട് പല വേട്ടയാടലിനും ശിവശങ്കർ ഇരയായി. സ്റ്റാർട്ടപ്പ് രംഗത്തെ വികസനത്തിന് വഴിയൊരുക്കിയത് എം ശിവശങ്കറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലായിരുന്നു പേരെടുത്ത് പറയാതെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രശംസ. വ്യക്തിപരമായി ഉണ്ടായ ഒരു ദൗർബല്യം, പിന്നെ വല്ലാത്ത വേട്ടയാടലിന് അദ്ദേഹം ഇരയാക്കപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മുടെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 6200. ആ നിലയിലേക്ക് സ്റ്റാർട്ടപ്പ് രംഗത്ത് വർദ്ധിപ്പിക്കുന്നതിന് ആ ഘട്ടത്തിൽ നാം നടത്തിയ പ്രവർത്തനം വലിയ തോതിൽ സഹായകമായി എന്നതാണ് വസ്തുത. ഇവിടെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുക മാത്രമല്ല, ഈ രംഗത്ത് അനേകം നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിയും. 10ാം ക്ലാസ്സിലെ സെൻഡ് ഓഫ് പാർട്ടി ആഘോഷമാക്കാൻ ലഹരി പാർട്ടി നടത്തി വിദ്യാർത്ഥികൾ. കാസർഗോഡ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളിലെ കുട്ടികളാണ് കഞ്ചാവ് പാർട്ടി നടത്തിയത്. സ്കൂളിന്റെ പേര്, വിവരങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കഞ്ചാവ് ഉപയോഗിക്കുകയും കൈവശം വയ്ക്കുകയും ചെയ്തതിന് സ്കൂൾ വിദ്യാർത്ഥികളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കി. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ കളനാട് സ്വദേശി KK സമീറിനെ അറസ്റ്റ് ചെയ്തു. NDPS ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പിടികൂടുന്നതിനിടെ സമീർ പോലീസിനെ ആക്രമിക്കുകയും ഭക്തശൈവൻ എന്ന പോലീസുകാരന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന. ന്യൂസ് 18 കാസർഗോഡ്. കൊച്ചി ക്വീൻസ് വാക്ക്വേയിൽ യുവാക്കൾ ഏറ്റുമുട്ടി. പുതുവൈപ്പ് ബീച്ച് പരിസരത്തുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് ഏറ്റുമുട്ടൽ. വഴിയിൽ തടസ്സം നിന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കം അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. ഒരു സംഘത്തിന്റെ കാർ അടിച്ചു തകർത്തു. പരിക്കേറ്റ ഒരാൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിയെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ഹൈക്കോടതി. പ്രതിയുടെ ഭാഗവും പോലീസ് അന്വേഷിക്കണം. പരാതി വ്യാജമെന്ന് കണ്ടാൽ പരാതിക്കാരിക്കെതിരെ കർശന നടപടിയെടുക്കണം. ഇക്കാര്യത്തിൽ തൊഴിൽപരമായ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഭയപ്പെടേണ്ട. പൂർണ്ണമായ നിയമസംരക്ഷണം ഉറപ്പുവരുത്തുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ലൈംഗിക പീഡന കേസിൽ കുറ്റാരോപിതനായ ആൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ സുപ്രധാന ഉത്തരവ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ ഹിമപാതത്തിൽ കുടുങ്ങിയ 47 തൊഴിലാളികളെ രക്ഷിച്ചു. ഇനി 8 പേരെയാണ് രക്ഷിക്കാനുള്ളത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അപകടമുണ്ടായ സ്ഥലം സന്ദർശിക്കും. ചമോലി ജില്ലയിലെ മാനയിൽ ഇടിഞ്ഞുവീണ കൂറ്റൻ മഞ്ഞുപാളികൾക്കിടയിൽ ഇന്നലെ കുടുങ്ങിയത് 55 തൊഴിലാളികൾ. 33 പേരെ രാത്രിയോടെ രക്ഷപ്പെടുത്തി. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും വെളിച്ചക്കുറവും കാരണം
ഹെലികോപ്റ്ററിന്റെ സേവനം ഇന്നലെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ചോപ്പറുകൾ എത്തിയതോടെ രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂടി. ഹിമപാതത്തിൽപ്പെട്ട 14 തൊഴിലാളികളെ രാവിലെ പുറത്തെത്തിച്ചു. 65 അംഗ ദൗത്യസംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ ക്യാമ്പിന് സമീപമാണ് കൂറ്റൻ മഞ്ഞുപാളികൾ ഇടിഞ്ഞു വീണത്. ക്യാമ്പിലെ കണ്ടെയ്നർ ഹോമുകൾക്കുള്ളിൽ കഴിഞ്ഞ തൊഴിലാളികളാണ് കുടുങ്ങിയത്. ഇൻഡോ തിബറ്റൻ അതിർത്തിയിൽ 3200 മീറ്റർ ഉയരത്തിലാണ് ഹിമപാതം ഉണ്ടായ മാന എന്ന ഗ്രാമം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. 22 വർഷത്തെ സേവനത്തിന് ശേഷം വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമായ സ്കൈപ്പ് മൈക്രോസോഫ്റ്റ് അടച്ചുപൂട്ടുന്നു എന്ന റിപ്പോർട്ട്. മെയ് മുതൽ സ്കൈപ്പ് ഉപയോക്താക്കൾക്ക് ലഭിക്കില്ലെന്നാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ഉടൻ തന്നെ ഉപഭോക്താക്കൾക്ക് ലഭിച്ചേക്കും. ലോകത്തെ ആദ്യ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിലൊന്ന്. എത്രയോ നല്ല നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ നീല ലോഗോ. ഒരു കാലത്ത് ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന സ്കൈപ്പ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. പുതിയ ഓപ്ഷൻസ് വന്നതോടെ ആളുകൾക്ക് സ്കൈപ്പിൽ താൽപര്യം കുറഞ്ഞതാണ് പ്രവർത്തനം നിർത്താൻ കാരണം. നിലവിലുള്ള ഉപയോക്താക്കൾക്ക് ഡാറ്റ മൈക്രോസോഫ്റ്റിന്റെ ടീംസ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റാം. സേവനം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ഉടൻ ഉപയോക്താക്കൾക്ക് ലഭിച്ചേക്കും. മെയ് മാസത്തോടെ സ്കൈപ്പ് പ്രവർത്തനരഹിതമാകുമെന്നാണ് റിപ്പോർട്ട്. 2003 ലോഞ്ച് ചെയ്ത സ്കൈപ്പ് 2011 മൈക്രോസോഫ്റ്റ് ഏറ്റെടുക്കുകയായിരുന്നു. വീഡിയോ കോൺഫറൻസ്, വോയിസ് കോൾ, ഇൻസ്റ്റന്റ് മെസ്സേജിംഗ്, ഫയൽ ട്രാൻസ്ഫർ തുടങ്ങിയ സേവനങ്ങൾ സ്കൈപ്പിലൂടെ ലഭിച്ചു. മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്തതോടെ സ്കൈപ്പ് പ്ലാറ്റ്ഫോമും വളർന്നു. പക്ഷേ 2017 മൈക്രോസോഫ്റ്റ് തന്നെ പുറത്തിറക്കിയ ടീംസ് ആപ്പ് സ്കൈപ്പിന് വെല്ലുവിളിയായി. സ്ലാക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളോട് മത്സരിക്കാനുള്ള കരുത്തോടെ തയ്യാറാക്കിയതാണ് ടീംസ്. വീഡിയോ കോൺഫറൻസിംഗ്, വർക്ക് സ്പേസ് ചാറ്റ്, ഫയൽ സ്റ്റോറേജ് തുടങ്ങിയ ഓപ്ഷനുകളും ടീംസിലുണ്ട്. അതൊന്നുമില്ലാത്ത സ്കൈപ്പ് പതിയെ ദുർബലമാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭ പിടിമുറുക്കുന്നു. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച വിദർഭയ്ക്ക് 7 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റ് നഷ്ടമായി. എന്നാൽ കരുൺ നായർ മലേവർ കൂട്ടുകെട്ട് രണ്ടാം ഇന്നിംഗ്സിലും രക്ഷകരാകുകയാണ്. കരുൺ നായർ അർദ്ധ സെഞ്ചുറി പിന്നിട്ടിരിക്കുന്നു. വിദർഭയുടെ ഓവറോൾ ലീഡ് 140 റൺസ് കടന്നു. നാഗ്പൂരിൽ നിന്ന് എൽദോ പോൾ പുതുശ്ശേരി വിവരങ്ങളുമായി. എൽദോ, കളി പുരോഗമിക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേരളമുള്ളത്? ശ്രീജ, കളി പുരോഗമിക്കുമ്പോൾ പ്രതീക്ഷയുണ്ട്. പക്ഷേ അപ്പോഴും ഈ കൂട്ടുകെട്ട് അത് ഭേദിച്ച് മതിയാകൂ കേരളത്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഒന്നാം ഇന്നിംഗ്സിൽ 153 റൺസ് എടുത്ത താരമാണ് ഡാനിഷ് മലേവർ. അന്ന് 86 റൺസുമായി കരുൺ നായർ പിന്തുണ നൽകുകയും ചെയ്തു. നിലവിൽ 64 റൺസുമായി കരുൺ നായർ ക്രീസിലുണ്ട്. 48 റൺസുമായി മലേവാറും. അതായത് ഈ വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് ഭേദിച്ചേ മതിയാകൂ. അതാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ള സെഷനുകളിൽ സ്പിന്നർമാർക്ക് കുറച്ചുകൂടി സ്വാധീനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ജലജ് സക്സേനയുടെയും സർവാട്ടയുടെയും പ്രകടനം നിർണായകമാകുമെന്ന് കരുതാം. പക്ഷേ അപ്പോഴും ഈ ബാറ്റർമാർ പ്രകടമാക്കുന്ന മികവ് ശ്രദ്ധേയമാണ്. അവർ അസാധ്യമായി തന്നെ ഇവിടെ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 200-250 റൺസ്, അതാണ് പരമാവധി കേരളം ലക്ഷ്യം വെക്കുന്ന ഒരു ടാർഗറ്റ്. 250 മുകളിലൊക്കെ ടാർഗറ്റ് പോയി കഴിഞ്ഞാൽ ദുഷ്കരമാകും. പ്രത്യേകിച്ചും 4ാമത് ബാറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് 5ാം ദിനത്തിലാകുമ്പോൾ അത് അല്പം പ്രയാസകരമായിട്ടുള്ള ഒരു വിജയലക്ഷ്യമായി മാറും 250 മുകളിൽ പോയാൽ. നിലവിൽ വിദർഭയുടെ ലീഡ് 160 റൺസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി 250 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് കേരളത്തിന് വിദർഭയെ ഒതുക്കേണ്ട ഒരു ആഗ്രഹമാണുള്ളത്. ആ പ്രതീക്ഷ നടക്കുമെന്നുള്ള കാത്തിരിപ്പിലാണ്. എന്താണെങ്കിലും കേരളത്തിന് ഇന്ന് തുടക്കം അത് സ്വപ്നതുല്യമായിരുന്നു. ജലജ് സക്സേന ഒപ്പം MT നിതീഷ് രണ്ടുപേരും ചേർന്ന് ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി വിദർഭയെ 7-2 എന്ന നിലയിലേക്ക് തള്ളിയിട്ടതാണ്. പക്ഷേ പിന്നീടാണ് ഈ സെഞ്ചുറി പാർട്ണർഷിപ്പ് വന്നത്. ഇരുവരുടെയും കൂട്ടുകെട്ട് ഇപ്പോൾ 116 റൺസിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ്. ഈ കൂട്ടുകെട്ട് ഭേദിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ഇപ്പോൾ കേരളം ലക്ഷ്യമിടുന്നത്. അതിനുശേഷം തുടരെ വിക്കറ്റുകൾ വീണാൽ മാത്രമേ കേരളത്തിന് പ്രതീക്ഷ വെക്കാൻ കഴിയൂ. ഇന്ന് തന്നെ ബാറ്റിംഗിന് ഇറങ്ങാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം കേരളത്തിന്. ശ്രീജ, എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത് നാഗ്പൂരിൽ നിന്ന്. സെലൻസ്കിയോട് പരസ്യമായി തട്ടിക്കയറി താൻ എന്തും ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച ട്രംപിന് മുന്നിൽ അന്തിച്ചു നിൽക്കുന്ന ഇപ്പോൾ യുക്രൈൻ മാത്രമല്ല, യൂറോപ്പ് മുഴുവനുമാണ്. ഈ സംഭവത്തോടെ അമേരിക്കയോട് കൂടുതൽ അകലുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. Even you, but you have nice ocean and don't feel now, but you will feel it in the future. God bless. You don't know that. God bless. God bless. You will not have a war. Don't tell us what we're going to feel. We're trying to solve a problem. Don't tell us what we're going to feel. I'm not telling you. Because you're in no position to dictate that. That's Remember exactly this. what You're in no position to dictate
what we're going to feel. ഇത്രയും ദുരന്തമായൊരു നയതന്ത്ര ചർച്ച ലോക ചരിത്രത്തിൽ അപൂർവം. രണ്ട് രാഷ്ട്രതലവന്മാർ പരസ്പരം തർക്കിച്ച് തല്ലിപ്പിരിയുന്നു. ലോകം മുഴുവൻ അത് തത്സമയം കാണുന്നു. അമേരിക്കയുമായി ധാതു കരാറിൽ ഒപ്പുവെക്കാനും അതുവഴി റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടത്തിന്റെ നിർണായക പിന്തുണ നേടാനുമാണ് വൈറ്റ് ഹൌസിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി എത്തുന്നത്. റഷ്യക്കെതിരായ യുക്രൈന്റെ ചെറുത്തുനിൽപ്പിനെ പ്രശംസിച്ചാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസിഡന്റ് ട്രംപ് തുടങ്ങിയത്. എന്നാൽ വിഷയം സമാധാന കരാറിലേക്ക് നീങ്ങിയതോടെ ഭാഷ മാറി. ട്രംപ് പുടിനൊപ്പമോ എന്ന ചോദ്യത്തിന് ഇടപെട്ട് സംസാരിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് എരുതിയിൽ എണ്ണ ഒഴിച്ചത്. You should be thanking the president for trying to bring an end to this conflict. Have you ever been to Ukraine that you say what problems we have? I have been to. Count one. I've actually. അമേരിക്കൻ സഹായത്തിന് സെലൻസ്കി ഒരിക്കലെങ്കിലും നന്ദി പറഞ്ഞു എന്ന വാൻസിന്റെ ആരോപണം ട്രംപും ഏറ്റുപിടിച്ചു. മൂന്നാം ലോക യുദ്ധത്തിനാണ് സെലൻസ്കി ശ്രമിക്കുന്നതെന്നും ഉക്രൈൻ ജനതയുടെ ജീവിതം വെച്ച് ചൂതാടുകയാണെന്നും വരെ ട്രംപ് കടുപ്പിച്ചു. പുടിനെ വിശ്വാസമില്ലെന്നും കൃത്യമായ ഉറപ്പുകളില്ലാതെ റഷ്യയുമായി സമാധാന കരാറിന് ഇല്ലെന്നുമുള്ള നിലപാട് ഇതോടെ സെലൻസ്കിയും ആവർത്തിച്ചു. ചർച്ച പാതി വഴിയിൽ പിരിഞ്ഞു. നേരത്തെ നിശ്ചയിച്ച സംയുക്ത വാർത്താ സമ്മേളനം അടക്കം റദ്ദാക്കി യുക്രൈൻ സംഘത്തോട് സ്ഥലം വിടാൻ വൈറ്റ് ഹൌസ് ആവശ്യപ്പെടുകയായിരുന്നു. അമേരിക്ക ഇടപെട്ടാൽ സമാധാന ശ്രമങ്ങൾക്ക് ഉക്രൈൻ തയ്യാറല്ലെന്നാണ് മനസ്സിലാകുന്നതെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സെലൻസ്കി ചർച്ചയ്ക്ക് വരട്ടെ എന്നും പിന്നീട് ട്രംപ് പ്രതികരിച്ചു. ഇരു നേതാക്കൾക്കുമിടയിലെ അസാധാരണ സംഭവ വികാസത്തെ ഞെട്ടലോടെയാണ് ലോക നേതാക്കൾ കണ്ടത്. ആദ്യ അമ്പരപ്പിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഓരോന്നായി സെലൻസ്കിക്ക് പിന്തുണ ആവർത്തിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്, പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക്, നോർവീജിയൻ പ്രധാനമന്ത്രി, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് തുടങ്ങിയ മിക്ക പ്രമുഖരും യുക്രൈനെ പിന്തുണച്ച് രംഗത്തെത്തി. ട്രംപ് പുടിന്റെ പാവയാണെന്ന് അമേരിക്കയിലെ പ്രതിപക്ഷവും കുറ്റപ്പെടുത്തി. 3 വർഷം മുമ്പ് അമേരിക്കയുടെ കൂടെ പ്രേരണയിലാണ് റഷ്യക്കെതിരെ യുക്രൈൻ പടക്കിറങ്ങുന്നത്. അതേ അമേരിക്ക ഇപ്പോൾ യുക്രൈനെ കൈവിട്ടിരിക്കുന്നു. ഇന്നലെ വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്ന ഉക്രൈൻ അംബാസിഡർ ഒക്സാന മർക്കറോവയുടെ അതേ അവസ്ഥയിലാണ് ഉക്രൈൻകാരെല്ലാം. യുദ്ധം ഒറ്റയ്ക്ക് താങ്ങേണ്ട അവസ്ഥയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളും. ട്രംപിന്റെ അമേരിക്കയുമായുള്ള യൂറോപ്പിന്റെ അകൽച്ച ഇതോടെ കൂടുതൽ വലുതാവുകയാണ്. അപ്പോഴും ശ്രദ്ധാകേന്ദ്രം ഡൊണാൾഡ് ട്രംപാണ്. അടുത്ത കിറുക്ക് എന്തായിരിക്കും എന്നതാണ് ഭയം. ഇതിനിടെ അണിയറയിൽ ഊറിച്ചിരിച്ച് റഷ്യയും ചൈനയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,940 രൂപ, പവന് 63,520 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,540 രൂപ, പവന് 52,320 രൂപ. വെള്ളി ഗ്രാമിന് 104 രൂപ, കിലോഗ്രാമിന് 1,04,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാര കേരളത്തിൽ ഹരികൃഷ്ണൻ.